സുഹൃത്തുക്കളെ, ഇത് നമ്മൾ റിട്ടേൺ വാൾ ചെയ്ത ഡെമോ ആണ്. പിന്നെ ഏത് രീതിയിലുള്ള ഷീറ്റ് നമുക്ക് ടയറാഡിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 50, 60, 40, 30 അങ്ങനെ എല്ലാ അളവിലും നമുക്ക് റിട്ടേൺ വാൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ടയറാഡ് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഏതാണോ അളവ് വേണ്ട ആ രീതിയിൽ തോത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ വാൾ സെറ്റ് ചെയ്യുക. അതേപോലെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഏതാണോ ഹൈറ്റ് കൂട്ടേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിങ്ങനെ 8 ബോൾട്ട് ചെയ്ത് പോവാം. ഇവിടെ എല്ലായിടത്തും ഹോളുണ്ട്. ഇതാണ് റിട്ടേൺ വാളിൻ്റെ ഒരു ഐറ്റം. പിന്നെ അടുത്തത് നമ്മളെ സ്വിമ്മിംഗ് പൂള്, ടാങ്ക്, കോൺക്രീറ്റ് ഹൗസുകളൊക്കെ പണിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പിൽ ചെയ്യാനുള്ള നമ്മളെ ഈ കോണ് സെറ്റ് ചെയ്തത് അത് സ്റ്റീലിൻ്റെ ആണ്. ടാറ്റേൻ്റെ സ്റ്റീലിൻ്റെ ഷീറ്റാണ് ഇത്. 2mm ആണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. 3mm ആണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് 3mm ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ അത് 8 ഇഞ്ച്, 6 ഇഞ്ച്, 4 ഇഞ്ച്, 5 ഇഞ്ച് ഏത് ലെവലിൽ വേണമെങ്കിൽ നമുക്കിത് ഈ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫൈബർ ഫോം ഷീറ്റിൻ്റെ ഒരു ഗുണം അതൊക്കെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്ത് വെച്ചൊരു ഡെമോയാണ്. റിട്ടേൺ വാളിൻ്റെ ഉണ്ട്, നമ്മുടെ ടാങ്ക്, കോൺക്രീറ്റ് ഹൗസ്, ആ രീതിയിലുള്ളൊരു സെറ്റപ്പ് ഇത് ചെയ്തിട്ടുണ്ട്. പ്ലെയിന് റിട്ടേൺ വാളാണ്, അത് മതി. ഇതിൻ്റെ ഈ കോണിൻ്റെ ആവശ്യം വരുന്നില്ല.